എല്ലാവർക്കും നന്ദനം പ്രണവൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കടച്ചക്ക വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം. നന്നായി അതിനെ ചീകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച്, അതായത് നന്നായി വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോഴേ ഉപ്പ് ഇട്ട് കൊടുത്താൽ ആ കഷ്ണങ്ങളിലെല്ലാം അത് പിടിച്ച് പാകത്തിനുള്ള ഉപ്പ് കറക്റ്റായി കിട്ടും. വേവിച്ചെടുത്ത കഷ്ണങ്ങൾ ആവി പോയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്നടിച്ചെടുക്കാവുന്നതാണ്. ചതച്ചെടുത്താലും മതി. പിന്നെ ഒരു ചീനച്ചട്ടിയോ കടായിയോ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക, അത് പൊട്ടുന്നത് വരെ. അത് പൊട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ചക്ക ഇതിലോട്ട് ഇടാവുന്നതാണ്. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. വീണ്ടും ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇതുപോലെ ഇളക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ആവശ്യത്തിനുള്ള തേങ്ങ, സാധാരണ തോരന് ചേർക്കാവുന്നതുപോലെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. കളറും എരിവും ആവശ്യത്തിന് വേണമെന്നുള്ളവർക്ക് അതനുസരിച്ചുള്ള മുളക് പൊടി, എരിവ് കുറഞ്ഞവർക്ക് അതനുസരിച്ച്. ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു, കുറച്ചുകൂടെ സ്പൈസി ആവാൻ വേണ്ടി. ടേസ്റ്റ് ശകലം കൂടും. മസാല ചേർക്കുന്നുള്ളവർക്ക് മസാല ചേർക്കാം. ഞാനിവിടെ മസാല ചേർത്തിട്ടില്ല, എനിക്കത് താല്പര്യമില്ല. അത് താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. എല്ലാം നമുക്ക് മൂപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചക്കത്തോരനാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയം ആവുമ്പോഴത്തേക്കും എല്ലാവരുടെ വീട്ടിലും കടച്ചക്ക കാണും. എല്ലാവർക്കും നന്ദി.